ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടിന്ന് കുറേ പണി വെച്ചാൽ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് കുറേ പണി നമ്മൾ തീർത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണിച്ച് ബോറടിക്കേണ്ടായിരിച്ച്. നമ്മൾ വീടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വന്നിട്ട് നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ വന്നിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയാൽ മാത്രം മതി. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫുഡ് എത്ര കിട്ടാനില്ല. പിന്നെ ഇത് നമുക്ക് ഫാമിൽ നിന്ന് കിട്ടിയ പൊട്ടാറ്റോയാണ്. ഇത് കുറച്ച് ഇടയിലൊക്കെ വീറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യണം. അത്ര തന്നെ ഉള്ളൂ പണി. ഇനി നമുക്ക് വീട് കെട്ടാനുള്ള പണി നോക്കാം. പിന്നെ ഇതാ ഈ ഒരു ലെവലിലാണ് ഞാൻ വീട് കെട്ടാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ മണ്ണ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ ശബ്ദം ഒരുമാതിരി ഉണ്ടാവും. ഇതിൽ തന്നെ ഒരുമാതിരി തന്നെ ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി ഒരുമാതിരി ഉണ്ടാവും. എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു വീഡിയോ ഇടാൻ പറ്റാത്തത്. അതിന് വേണ്ടിയിട്ട് സോറി. എനിക്ക് തീരെ വയ്യായിരുന്നു, അത് കാരണമാണ്. അപ്പോൾ ശരി, ഞാൻ ഈ മണ്ണൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് വലിയ വീടൊന്നും നിങ്ങൾ വെക്കണില്ല. ഒരു ചെറിയ വീട്, ഒരു 7x7 ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് കാണാം അതിനുണ്ട് എന്നുള്ളത്. നമുക്ക് എന്താ പറയുക, കയ്യിലുള്ള സാധനങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് ഞാൻ ഇതൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അത്ര ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് വീടിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കിതിൻ്റെ ഒരു നോക്കാം. അത് വെച്ച് കുറച്ച് ഒരു സ്റ്റാക്ക് കോപ്പർ സ്റ്റോൺ എടുത്തേക്കാം. ഇതെങ്ങനെ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ 1 2 3 4 5 6 7 ഇതങ്ങനെ ആയിരിക്കും തൂത്ത് പോകുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് മറിക്ക്. കുറച്ചുകൂടി ബാക്കിൽ വെക്കട്ടെ വീട്. ഓക്കെ, ഇവിടെ വയ്ക്കാം. ഓക്കെ, 1 2 3 4 5 6 അടച്ചായിട്ട് കാരണം അവിടേക്ക് ലോങ്ങായിട്ട് നിൽക്കുന്നത്. അവിടെ മാഫാമുള്ളല്ലേ. ഇതൊക്കെ കൊണ്ട് പൊട്ടിച്ചെടുത്തേക്കാം. ഇതൊന്ന് പോട്ടെ. ഓക്കെ, ഇത് മതിട്ടോ. ഇതാ നമുക്കൊന്ന് ഇതാക്കിടാം, മാർക്ക് ചെയ്തിടാം. 2 3 4 5 6 7. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 7 തെറ്റിച്ചാണ്. 1 2 3 4 5 6 7. ഓക്കെ ഓക്കെ, ഇതൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങനെ നമ്മുടെ എത്ര ചെറിയ വീടാണ്, പക്ഷെ 2 നില ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്നിട്ട് എടുത്തേക്കാം. ഞാൻ എന്നിട്ട് സ്പ്രൂസ് വുഡിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആവശ്യമുള്ള സാധനം കൈക്ക് ഇത്ര എടുത്ത് വെക്കണ്ട. ഞാൻ അങ്ങനെ പതുക്കെ എടുത്തോണ്ട്. ശരി, ഞാൻ ഈ വീട് കെട്ടണതൊന്ന് ടൈം ലാപ്സ് ആയിട്ട് ഇടാം.
അങ്ങനെ ഇങ്ങനെയാണ് നമുക്ക് റൂഫ് വരുന്നത്. പിന്നെ ഞാൻ അധികം ഇട്ടിട്ട് ഈ വീഡിയോയിൽ ലെങ്ത്ത് കൂട്ടാൻ നോക്കണില്ല. അത് കാരണം ഈ റൂഫൊക്കെ വെക്കൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടി. അങ്ങനെ നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയൊരു കുറച്ച് പണി ഉണ്ട് ഞങ്ങളെ കാണിച്ചിട്ട് ചെയ്യാച്ചിട്ടായിരുന്നു. ഇതിൻ്റെ മേലെ നമുക്ക് ടാപ്പ് ഡോർ വെക്കണം. ഒന്ന് മരക്കരട്ടാ ഇങ്ങനെ പില്ലർ ചെയ്തിട്ട് കയറി പോവാം. അത്ര വന്നാൽ മതി. ഇതാ ഇവിടെ ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ കുറച്ച് ടാപ്പ് ഡോർ വെച്ചാൽ മതി. എന്താ പോലെ താഴത്ത് നോക്കുമ്പോഴേ അങ്ങനെ വയ്ക്കുക. ഇങ്ങോട്ട് എത്തണില്ലല്ലോ. ഇങ്ങോട്ട് എത്തുമോ? ഓ ആ കുഴപ്പമില്ല. അങ്ങനെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന് മേലെ വെച്ച് പോവുക. ഇങ്ങനെ അവിടെ ഒന്ന് നോക്കി ഇങ്ങനെ അത് പോവുക. ഫ്രണ്ട് മാത്രം മതി, ബാക്കാണ് ചെയ്തിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് വന്നിട്ട് 2 സൗണ്ട് വെക്കണം. പക്ഷേ ലാൻഡിനും കൂടി ഉണ്ടാവണം. പക്ഷെ ലാൻഡ് ഉണ്ടാക്കാനുള്ള ഐഡിയ കയ്യിലില്ല. എളുപ്പം കാണാൻ ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ 2 ലാൻഡും നോക്കിയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ലാൻഡൊന്നും ഇല്ല. ഞാൻ വന്നിട്ട് കുറച്ച് കോപ്പർ വെച്ചിട്ടുണ്ട്. അടുത്ത് കോളുണ്ടോയെന്ന് അറിയില്ല. കോള് നോക്കണം കേട്ടോ. കോള് ഇരിപ്പുണ്ട്. നമുക്ക് എന്താ അതിന് നെഗറ്റീവ് വന്നിട്ടല്ലേ വേണ്ടത് ഉണ്ടാക്കാൻ? ഞാൻ നോക്കട്ടെ. എന്താണ് അതിന് വേണ്ടത്? ഒത്തിരി കാണിക്കണില്ലല്ലോ. ഞാൻ എന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലേ. ഓക്കെ, ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും കാണിക്കണില്ലേ? ഇങ്ങനെയായിരുന്നു അത്. അതിന് ഫസ്റ്റ് കോപ്പർ ടോർച്ച് ഉണ്ടാക്കണം. ഇങ്ങനെയായിട്ടായിരുന്നു. ഇങ്ങനെ കോളോടെ അതാ കൊടുത്തില്ലേ? ഓക്കെ, ഇതിലുണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ടില്ല. പൊട്ടെ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇതിപ്പോൾ കാണിക്കണ്ട കേട്ടാ. ഓക്കെ, ഇത് ഒരു അത്ര തന്നെ മതി, ധാരാളം. ഓക്കെ, എന്നിട്ട് ഒരു കോപ്പർ ടോർച്ചോ എന്താ അങ്ങനെ? ഇതിപ്പോൾ കോപ്പർ ഇൻഗറ്റ് ആക്കണല്ലേ. മേടിച്ചു കേട്ടോ ഞാൻ. ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മതി. ഇവിടെ ഒന്നും തൂക്കില്ല. ഞാൻ മാറ്റിയിട്ട് അയണിൻ്റെ ആക്കും. ഇപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ എന്നിട്ട് കാണാൻ ലുക്കില്ലേ. അങ്ങനെ നമ്മുടെ വീട് ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റഡ്. കണ്ടിട്ട് വീട് കാണാൻ അടിപൊളിയായിട്ടില്ലേ? അങ്ങനെ നമുക്ക് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങിയേക്കാം. ഇന്നെൻ്റെ ശേഷം വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട. ഞങ്ങൾക്ക് കാണിക്കാം. ഇത് നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ വെക്കണത് ആൻവില്ലെല്ലാം വരും ഇവിടെയൊക്കെ. ഇത് നമ്മുടെ സ്റ്റോറേജ്. നമ്മൾ ഇതിൽ നിറയുന്ന സാധനങ്ങളൊക്കെ മേലത്തെ റൂമിൽ കൊണ്ടുവെക്കും. ഇവിടെയൊക്കെ കൊണ്ടുവെക്കും. പിന്നെ ഇവിടെ വലിയ പ്ലാനൊന്നും ഇല്ലിക്ക്. 2 ഫ്ലോർ ഉണ്ടാക്കാൻ വെച്ചിട്ട് 3 ഫ്ലോറായി മാറി. കണ്ടില്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എൻജൻറ്റ് സെറ്റപ്പ് നോക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് നിങ്ങൾ കമൻറ്റ് താഴത്ത് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. വലിയ പിടുത്തൊന്നും ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഇവിടെ ഇതൊക്കെ വരാൻ കിട്ടേ. എൻജൻ സെക്ഷനൊക്കെ വരികയാണെങ്കിൽ കാണാൻ ഒരു രസമൊക്കെ ഉണ്ടാവും. പക്ഷെ വലിയ യൂസൊന്നും ഇല്ലല്ലോ അതിനെ കൊണ്ട്. എപ്പോഴും നമുക്ക് വന്നിട്ട് കയറേണ്ട ആവശ്യമില്ല. ഏതായാലും ആവട്ടെ, നിങ്ങൾ താഴത്ത് പറഞ്ഞാൽ മതി, കമൻറ്റ് പറഞ്ഞാൽ മതിയെന്നോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, ഞാൻ വന്നിട്ട് താഴത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മുടെ റിയൽ ലൈഫിൽ പോലെ തന്നെ ഫുള്ള് മഴ. ഇപ്പോൾ എത്രാമത്തെ മഴ വെച്ചിട്ടാ? ഇവിടെ ഒരു ക്രീപ്പർ കൂട്ടി വെച്ചിട്ടുണ്ടാകും. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് വീണ്ടും റെഡി ആക്കണം. ഇതാണ് നമ്മുടെ വീട്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. നിങ്ങളൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമായിരുന്നു. ഈ വില്ലേജിൽ പോകണോ, വില്ലേജറിനെ കണ്ടുപിടിക്കണോ, ബ്രീഡർ ഉണ്ടാക്കണോ, ഇല്ലെങ്കിൽ അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നല്ല ഉപകാരമായിരുന്നു. നമുക്ക് ഈ വീട്ടിൽ എവിടെ കുഴിച്ചാലും വെള്ളം മാത്രമേ കാണുള്ളൂ. ഒരു അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ നല്ല കാര്യമായിരുന്നു. അതിനൊക്കെ എല്ലാതും ഉണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൾറെഡി എനിക്ക് പനിയാണ്, അങ്ങനെയാണ് വീടിനകത്ത് കുറച്ച് തല പൊന്തിയിട്ടുണ്ട്.
അപ്പോൾ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങൾ ഇടും. പിന്നെ 2 ദിവസം വീഡിയോ വന്നിട്ടില്ല ഒന്നും വിഷമിക്കേണ്ട. ആരും വിഷമിക്കില്ല നിങ്ങൾ, എന്നാലും ഞാൻ പറയാം. പിന്നെ വേറെ വലിയൊരു കാര്യം, സ്വകാര്യമാണ്. എൻ്റെ വീഡിയോ പാതിക്ക് പാതി കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണിച്ച മനസ്സിൽ അതിനും താങ്ക്സ്. പിന്നെ കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അതിനായിട്ടും വലിയ സന്തോഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. നമ്മൾ അത്രയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആവും, ചെറിയ വലിയ വീഡിയോ ആവും. പിന്നെ മാക്സിമം ഞാൻ എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് പനിയായതുകൊണ്ട് ചുമയ്ക്കാൻ പറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ശരി എന്നാൽ.